ഹായ് അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് ഗോതമ്പ് മാവ് വെച്ചിട്ട് ഈസി ആയിട്ട് വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കി എടുക്കാനായിട്ട്. കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. ചൂട് ചായക്കൊപ്പോ അല്ലെങ്കിൽ കട്ടൻ ചായക്കൊപ്പോ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഈസി ആയിട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ മറ്റുള്ളവരിലേക്ക് എത്താനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യുക. ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഉപ്പ് ചേർക്കണ്ട, 2 നുള്ളു ഉപ്പ് മാത്രം മതിയാവും. ഒരു 1-2 ടേബിൾ സ്പൂണോളം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. കൂടുതലായിട്ട് മധുരം വേണമെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ബേക്കിംഗ് സോഡ 1 നുള്ളു ചേർത്ത് കൊടുക്കാം. ഒരുപാടായി പോരുത്, 1 നുള്ളു മാത്രം മതി. ഇനി ഇതിലേക്ക് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. മെൽറ്റ് ആക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് കുറച്ച് മെൽറ്റ് ആയതുപോലെ ഇരിക്കുന്നത് കൊണ്ട് അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുത്താൽ മതി. ഇതിനി കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് സാധാ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കാം. ഇതിലേക്ക് മൊത്തത്തിൽ ഒരു 1/2 കപ്പിനടുത്ത് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെടുക്കുന്ന ഗോതമ്പ് മാവ് അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും. 1/2 കപ്പിൽ നിന്നും 1 ടേബിൾ സ്പൂണൊക്കെ ബാക്കി വന്നിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചങ്ങ് എടുക്കാം. ഇതുപോലെ ഒന്ന് സോഫ്റ്റാക്കി കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു കത്രിക ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ കുറച്ച് കനത്തിൽ തന്നെ പരത്തിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും ഫ്രൈ ആക്കി എടുക്കാം. ഇതാകുമ്പോൾ കത്രിക കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനും പറ്റും. നല്ലൊരു ഷേപ്പിലും കിട്ടും. ഇത് ഫ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാനൊരു 1 കപ്പ് അളവിലാണ് കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്കിത് കൂടുതലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ആക്കിയിട്ട് ഏതെങ്കിലും എയർ ടൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും കുപ്പിയിലാക്കി വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരത്തോ അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്നാക്കായിട്ടൊക്കെ ഇടയ്ക്കൊക്കെ കൊടുക്കാൻ പറ്റും. ഞാനിവിടെ ഒരു ചീനിച്ചട്ടിയിൽ കുറച്ച് ഓയിലൊന്ന് ചൂടാക്കി എടുത്തിട്ട് ഇത് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഒട്ടിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ കുറേ നേരം നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒട്ടിയിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ പഞ്ചസാരയും ഗോതമ്പ് മാവും ഒക്കെ ചേർത്തതുകൊണ്ട്. അപ്പോൾ അത് എണ്ണയിലേക്ക് ഇട്ട് കഴിയുമ്പോൾ അതങ്ങ് വിട്ട് വന്നോളൂ. എണ്ണയിലിട്ടിട്ട് ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നല്ലൊരു കളർ ചേഞ്ച് ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരുമ്പോൾ ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇത് നമ്മളിങ്ങനെ കോരിയെടുക്കുമ്പോൾ തന്നെ ആ ഒരു സൗണ്ട് കേൾക്കും. ആ സമയത്ത് ഇതിൽ നിന്ന് എടുത്താൽ മതി. ക്രിസ്പി ആകാതെ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ഒരു തണുത്തിട്ട് കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് നന്നായിട്ട് തന്നെ ക്രിസ്പി ആയിട്ട് ഫ്രൈ ആക്കി എടുക്കുക. ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാണ്. കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്